സ്നേഹം നിറഞ്ഞ തൊഴിലാളി സുഹൃത്തുക്കളെ, നമുക്കറിയാം ലോകം ഇന്ന് അനുഭവപ്പെടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ LDF സർക്കാരാണെങ്കിൽ ശരി, മറ്റുള്ള സർക്കാരുകളിൽപ്പെട്ട ഏതാണെങ്കിലും ശരി, ഈ ദുഷിച്ച ഭരണം ഈ നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും കച്ചി ഇറങ്ങിയിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി അധികാരത്തിലേറുന്നതിന് വേണ്ടി പെരിന്തൽമണ്ണ മലപ്പുറം മണ്ഡലത്തിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എന്നും പാവങ്ങളുടെ പിന്നോക്ക സമുദായത്തിൻ്റെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട E.T. മുഹമ്മദ് സാഹിബിനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള തൊഴിലാളി സുഹൃത്തുക്കൾ എല്ലാ സ്ഥാപനങ്ങളിലും ഇത് അഭ്യർത്ഥനയുമായി എത്തിച്ചേർന്നിട്ടുള്ളത്. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അനുകൂലമാണ് നമുക്ക് എല്ലായിടത്തും കിട്ടിയിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും നേതാക്കന്മാരെയും അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റ് സംസ്ഥാനം ഉൾപ്പെടെയുള്ള മണ്ഡലം നേതാക്കളെ സഹപ്രവർത്തകർ, നമ്മുടെ രാജ്യം ഇന്ന് വലിയ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. ഈ ജനാധിപത്യ രാജ്യം ഇന്ത്യയായ ജനാധിപത്യ രാജ്യത്തിന് വലിയ ഒരു വൈവിധ്യങ്ങൾ നിറഞ്ഞ വിവിധ സംസ്ഥാനങ്ങൾ, വിവിധ ഭാഷകൾ, 60-ൽ പരം വിവിധ ജാതി മതങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് ജനാധിപത്യ സംസ്കാരം. ആ ജനാധിപത്യ സംസ്കാരം 1947 ബ്രിട്ടീഷ് ആധിപത്യ ഭരണത്തിനെതിരെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിയെടുത്ത ഈ രാജ്യം ആ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള വിവിധ കാലഘട്ടങ്ങളിലുള്ള ഗവൺമെൻറ്റുകൾ ഈ രാജ്യത്തെ ലോകത്ത് തന്നെ ഒരു വൻ ശക്തിയായി വൻകിട രാജ്യമാക്കി മാറ്റാൻ ആ കഴിഞ്ഞ കാല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലത്തെ ഈ രാജ്യത്തെ ഭരണ BJP RSS നേതൃത്വത്തിലുള്ള ഈ ഭരണം രാജ്യത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ മതങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട്, ഈ രാജ്യത്തുള്ള സൗഹാർദ്ദം തകർത്തുകൊണ്ട്, ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലാക്കിക്കൊണ്ട്, ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിക്കൊണ്ട്, ഈ രാജ്യത്തെ ഒരു ഭൂരിപക്ഷ വർഗീയ പ്രീണനം നയം നടത്തിക്കൊണ്ട്, ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ മാത്രം ആണ് ഇന്ത്യ എന്ന് പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യയുടെ ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് പ്രചരണം നടത്തി വോട്ട് നേടിക്കൊണ്ട് ഭരണം നേടുക എന്ന കുതന്ത്രത്തിലൂടെ ഈ രാജ്യത്തെ കഴിഞ്ഞ 10 കൊല്ലമായി രാജ്യത്ത് BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ വിവിധ ജാതികളുടെ മതങ്ങളുടെ ഒക്കെ സംസ്കാരം, അവരുടെ ആ പിന്നെ ജീവിത രീതി, അത് ആ രീതിയിൽ തന്നെ അവർക്ക് ജീവിക്കാനും ഈ സ്വതന്ത്ര രാജ്യത്ത് ജീവിച്ച മുഴുവൻ ജനങ്ങൾക്ക് ഇവിടെ തന്നെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിച്ച് മരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് രാജ്യത്ത് നടന്നു പോകുന്നത്. ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ മതങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും. ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം ഈ രാജ്യത്ത് വരേണ്ടത് അനിവാര്യമാണ് എന്ന തിരിച്ചറിവാണ് ഇന്ന് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം സംബന്ധിച്ച് E.T. മുഹമ്മദ് ബഷീർ സാഹിബ് ഈ രാജ്യത്തെ ന്യൂനപക്ഷ ദളിത് സമൂഹങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 2 നൂറ്റാണ്ടിലധികമായി പാർലമെൻറ്റിൽ പോരാടുന്ന ഒരു പോരാളിയായിക്കൊണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ E.T. മുഹമ്മദ് ബഷീറിന് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു ചരിത്ര വിജയം നൽകുന്നതിന് വേണ്ടി, അതിനാക്കം കൂട്ടുന്നതിന് വേണ്ടിയാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ അതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ ടൗണുകളുടെ മുഴുവൻ കടകളും കേന്ദ്രീകരിച്ച് ഒരു പ്രചരണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ രാജ്യത്തെ 80% ആളുകളും UDF-നും ഇന്ത്യ മുന്നണിക്കും രാഹുൽ ഗാന്ധിക്കും
അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും പ്രാർത്ഥനയും ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് ഈ പ്രചരണ പ്രവർത്തനത്തിൽ പങ്കെടുത്ത സ്വന്തം തൊഴിലാളി യൂണിയന്റെ മുഴുവൻ നേതാക്കൾക്കും തൊഴിലാളി സുഹൃത്തുക്കളും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുക എന്നാണ്. അതോടൊപ്പം തന്നെ ഈ വരുന്ന 26-ാം തീയതി വരെ വിശ്രമമില്ലാതെ ഈ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വിശ്രമമില്ലാതെ പോരാടാൻ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ സാഹിബിനെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. പോരെ.